മെത്തയിൽ കമിഴ്ന്നു കടന്ന് ചെയ്യുന്ന സ്വയംഭോഗ ശൈലി ഒരു വലിയ ന്യൂനപക്ഷം പുരുഷന്മാരുടെ ഭാവി ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ലൈംഗിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്രോൺ മാസ്റ്റർബേഷൻ. ഈ ഒരു സ്വയംഭോഗ ശൈലി ശീലിച്ചു വരുന്ന പുരുഷന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ്. ഇതിൽ ഒന്ന്, പാർട്ട്ണർ സെക്സിന് വേണ്ട ഒരു ഉദ്ധാരണം, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യാൻ വേണ്ട ഒരു ഉദ്ധാരണം കാലക്രമേണ നഷ്ടമാകാനുള്ള സാധ്യത. രണ്ട്, ഈ പറയുന്ന അതായത് പാർട്ട്ണർ സെക്സിൽ ഏർപ്പെട്ടാൽ തന്നെ, ഒരു പെനിട്രേറ്റീവ് സെക്സിൽ ഏർപ്പെട്ടാൽ തന്നെ ഒരു സ്ഖലനം സംഭവിക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി ആദ്യമായിട്ട് ഒരു പഠനം നടത്തുകയും ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തത് പ്രസിദ്ധ അമേരിക്കൻ സെക്സ് തെറാപ്പിസ്റ്റായ ഡോക്ടർ ലോറൻസ് ഐ സാങ് ആണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നമ്മളുടെ വിവോക്സ് ചാനലിൽ വന്ന് നിങ്ങളുടെ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അദ്ദേഹം നൽകുകയുണ്ടായി. അദ്ദേഹം നമ്മളുടെ വിവോക്സിൻ്റെ ഒരു സഹസ്ഥാപകനും കൂടിയാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി സംസാരിച്ച കാര്യങ്ങളുടെ ഒരു മലയാള പരിഭാഷയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, പ്രോൺ മാസ്റ്റർബേഷൻ സത്യമാണോ അതോ ഇത് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയാണോ? സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഡോക്ടർ ഈ ഒരു വിഷയത്തെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്തത്? അപ്പം ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് വളരെ റിയൽ ആണെന്നും ഈ ഒരു സ്വയംഭോഗ ശൈലി മാത്രം ശീലിച്ചു വരുന്ന പുരുഷന്മാർക്ക് ഭാവിയിൽ അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുമായിരുന്നു. എന്നാൽ ഈ പ്രോൺ മാസ്റ്റർബേഷൻ ചെയ്യുന്ന എല്ലാ പുരുഷന്മാർക്കും ഭാവിയിൽ ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം 1998 ആദ്യമായിട്ട് പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി ഒരു പഠനം നടത്തുകയും പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തത് ജേർണൽ ഓഫ് സെക്സ് ആൻഡ് മാരിറ്റൽ തെറാപ്പിയിലായിരുന്നു. അന്നായിരുന്നു ഈ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി ആദ്യമായിട്ട് ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞായിരുന്നില്ല ആ സ്റ്റഡി പബ്ലിഷ് ചെയ്തിരുന്നത്. അന്ന് അദ്ദേഹം അതിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തിരുന്നത് ട്രോമാറ്റിക് മാസ്റ്റർബേറ്ററി സിൻഡ്രം എന്നായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സ്വയംഭോഗ ശൈലി പുരുഷന്മാരിൽ ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സ്വയംഭോഗ ശൈലിയിൽ ഒന്നു മാത്രം ആണ് എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അതിന് അന്ന് ആ റിസർച്ചിൻ്റെ പേര് പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് കൊടുക്കാതെ ട്രോമാറ്റിക് മാസ്റ്റർബേറ്ററി സിൻഡ്രം എന്ന് കൊടുത്തത് എന്നായിരുന്നു. കാരണം ഒരു പുരുഷൻ്റെ ലിംഗത്തിന് പ്രഹരം ഏൽക്കാനുള്ള അല്ലെങ്കിൽ ആ ട്രൗമ സംഭവിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു സ്വയംഭോഗ ശൈലി മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം. ഈ പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി എന്തുകൊണ്ടാണ് ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒട്ടുമിക്ക ഡോക്ടർമാരും കേട്ടിട്ട് പോലുമില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് മെഡിക്കൽ കരിക്കുലത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു അവസ്ഥയ്ക്ക് അമേരിക്കയിലുള്ള ഡോക്ടർമാരിലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 1998 പബ്ലിഷ് ചെയ്ത പ്രോൺ മാസ്റ്റർബേഷൻ, അതായത് ട്രോമാറ്റിക് മാസ്റ്റർബേറ്ററി സിൻഡ്രം എന്ന ടൈറ്റിൽ പബ്ലിഷ് ചെയ്ത ആ ഒരു പഠനം, അത് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം പഠിച്ചിരുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പം അത് ഈ പറയുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പല ഡോക്ടർമാർക്കും ഈ സ്വയംഭോഗത്തെപ്പറ്റി സംസാരിക്കുന്നത് പോലും നാണക്കേടാണ്, എപ്പോഴും മടിയുള്ള കാര്യമാണ് എന്നായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത വേറൊരു കാര്യം, ഈ ലൈംഗികതയിലും മറ്റും നടക്കുന്ന റിസർച്ചുകളെ പറ്റി ഡോക്ടർമാർ നിരന്തരം അപ്ഡേറ്റ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയുമാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ 25 വർഷമായിട്ട് പ്രോൺ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതിൽ നിന്നും റിക്കവർ ചെയ്തിട്ട് എൻ്റെ പാർട്ട്ണറുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ പറ്റുമോ? ഒരു പാർട്ട്ണർ സെക്സിന് വേണ്ട ഉദ്ധാരണം ലഭിക്കുമോ? ഇതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ്. പക്ഷേ അതിന് ആദ്യം വേണ്ടത് ആ ശീലിച്ചു വന്ന ആ വളരെ തെറ്റായ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ആ സ്വയംഭോഗ ശൈലി ഉപേക്ഷിച്ച് ജെൻറ്റിലും ആയിട്ടുള്ള ഒരു സ്വയംഭോഗ ശൈലി ശീലിച്ച് പഠിക്കുക വേണം എന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു മാറ്റത്തിലൂടെ മാത്രമേ ആ നഷ്ടപ്പെട്ടു പോയ ഉദ്ധാരണ ശേഷി തിരികെ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. ചോദ്യം നമ്പർ 3, ഈ പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്നും റിക്കവർ ചെയ്യുന്നതിനൊരു പ്രായപരിധി ഉണ്ടോ എന്നായിരുന്നു. പ്രായം ചെന്നവരിൽ ഒരു പൂർണ്ണ റിക്കവറി സാധ്യമാണോ? ഇതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ലിനിക്കൽ പ്രാക്ടീസിൽ 70 വയസ്സ് പ്രായമുള്ള പുരുഷന്മാരിൽ പോലും പ്രോൺ മാസ്റ്റർബേഷനിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിക്കവറി സാധ്യമായതായിട്ട് തെളിവുണ്ട് എന്നായിരുന്നു. ചോദ്യം 4, പ്രോൺ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന സ്വയംഭോഗ ശൈലിക്ക് മിഷണറി സ്റ്റൈൽ സെക്സുമായിട്ട് സാമ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടെന്നും അതുകൊണ്ടാണ് പല പുരുഷന്മാരും ഇതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കാതെ ഈ ഒരു സ്വയംഭോഗ ശൈലിയിൽ ഏർപ്പെടുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി.
അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു സ്വയംഭോഗ ശൈലിയിൽ ഏർപ്പെടുന്ന പല പുരുഷന്മാരും ചിന്തിക്കാത്ത ഒരു കാര്യം, ഈ കമിഴ്ന്നു കിടന്ന് മെത്തയിലും ബെഡ്ഷീറ്റിലും മറ്റും സ്വയംഭോഗം ചെയ്യുമ്പോൾ ആ പുരുഷൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും ആ സ്വയംഭോഗ ശൈലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയും അങ്ങനെ ആ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ മുകളിൽ വളരെയധികം സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സമ്മർദ്ദം പാർട്ട്ണർ സെക്സിന് ആവശ്യമല്ല. അവിടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ മതി. പക്ഷേ ഈ ഒരു സ്വയംഭോഗ ശൈലി മാത്രം ശീലിച്ചു വന്നതുകൊണ്ട് അവർക്ക് ആ പാർട്ട്ണർ സെക്സിൻ്റെ സമയത്ത് ഒരു ഉദ്ധാരണം ലഭിക്കാതിരിക്കുകയും അങ്ങനെ സെക്സ് സാധ്യമാവാതെ വരികയും ചെയ്യും. ഇനി ചോദ്യം നമ്പർ 5. പ്രോൺ മാസ്റ്റുർബേഷനിൽ നിന്ന് മുക്തമാവുന്നതിന് വേണ്ടി എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും ഡോക്ടറിനെ കാണണോ വേണ്ടയോ എന്നായിരുന്നു. മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നായിരുന്നു ഡോക്ടർ സാങ്ങിൻ്റെ മറുപടി. പക്ഷേ ഉദ്ധാരണ പ്രശ്നം നിരന്തരമായിട്ടുണ്ടാവുകയാണെങ്കിൽ വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ചോദ്യം 6. പ്രോൺ മാസ്റ്റുർബേഷനിൽ നിന്നും റിക്കവർ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ചോദ്യം നമ്പർ 7. എന്തുകൊണ്ടാണ് കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് ശരിയായ സ്വയംഭോഗ ശൈലി എന്ന് പറയുന്നത്? അതിൻ്റെ പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗമാണ് പാർട്ട്ണർ സെക്സുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ടെക്നിക് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതും ആ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ അനുഭൂതി റീക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും എന്നായിരുന്നു. അടുത്ത ചോദ്യം. പ്രോൺ മാസ്റ്റുർബേഷൻ നിർത്തിയതിന് ശേഷം എത്ര നാൾ വേണ്ടി വരും കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കുവാൻ? പ്രോൺ മാസ്റ്റുർബേഷൻ എന്ന ശീലത്തിൽ നിന്നും മുക്തമാകാൻ ശരിയായ രീതിയിൽ കൈ ഉപയോഗിച്ച് സ്വയംഭോഗം ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഈ പ്രോൺ മാസ്റ്റുർബേഷനിൽ നിന്ന് മുക്തമാകാൻ എത്ര തവണ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി നൽകാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലൈംഗിക താല്പര്യം എന്ന് പറയുന്ന എല്ലാ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് 35 തവണ ചെയ്താൽ മതിയെങ്കിൽ മറ്റു ചിലർക്ക് 365 ദിവസം വേണ്ടി വന്നേക്കാം. അപ്പം അത് ഓരോ വ്യക്തിയുടെയും ലൈംഗിക താല്പര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ലൈംഗിക താല്പര്യം ഉണരുന്നത് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്നതിൽ കവിഞ്ഞിട്ട് ഒരു വ്യക്തമായ ഒരു കണക്കോ ദൈർഘ്യമോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം. പ്രോൺ മാസ്റ്റുർബേഷൻ നിർത്തിയതിന് ശേഷം വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്ന ആ ഒരു പ്രലോഭനത്തെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ഇതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, കിടക്കയിൽ കമിഴ്ന്നു കിടക്കാൻ അനുവദിക്കാത്ത രീതിയിൽ തലയട കൊണ്ട് ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ അതിർവരമ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നായിരുന്നു. എന്നിട്ടും സാധ്യമാകുന്നില്ലെങ്കിൽ ബെഡിൽ നിന്ന് മാറി സെറ്റിയിലോ സോഫയിലോ ഒക്കെ കിടന്ന് പരീക്ഷിക്കാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറൊരു നിർദ്ദേശം. ചോദ്യം നമ്പർ 10. ഏകദേശം 90% പുരുഷന്മാരും കൈ ഉപയോഗിച്ചാണ് സ്വയംഭോഗം ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഒരു വലിയ ന്യൂനപക്ഷം പുരുഷന്മാരും പ്രോൺ മാസ്റ്റുർബേഷൻ ശീലിക്കുന്നത്? ഇതിൻ്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത്, സ്വയംഭോഗം എന്ന് പറയുന്നത് ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ സ്വയംഭോഗം ഒരു പാപമാണ്, തെറ്റാണ് എന്നൊക്കെയുള്ള ഒരു ബോധ്യത്തിൽ വളർന്നു വരുന്ന ആൺകുട്ടികൾ അവരത് ചെയ്യാതിരിക്കുകയല്ല, മറിച്ച് അവർ അത് തെറ്റായിട്ട് ശീലിച്ച് പഠിക്കും. വേറെ ചിലർ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു മിഷണറി സ്റ്റൈൽ സെക്സ് ചെയ്ത് പഠിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു സ്വയംഭോഗ ശൈലി തുടരും. അത് പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സെക്സും സ്വയംഭോഗവും ഒക്കെ ഒരു പോസിറ്റീവും ഹെൽത്തിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അടുത്ത ചോദ്യം. ഏതു പ്രായത്തിലാണ് കുട്ടികൾക്ക് സ്വയംഭോഗത്തെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത്? ഏതു പ്രായത്തിലാണോ കുട്ടികൾ സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ചില കുട്ടികൾ 15 വയസ്സിൽ സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ മറ്റു ചിലർ 9 വയസ്സിലേ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴാണ് കുട്ടികൾ അവരുടെ ജനനേന്ദ്രിയങ്ങളെ പറ്റി അറിയുവാൻ താല്പര്യം കാണിക്കുന്നത് അപ്പോൾ മുതൽ അവർക്ക് ശരിയായ സെക്സ് പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നൽകേണ്ടത് വളരെ ആവശ്യമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. സ്വയംഭോഗം പാപവും തെറ്റുമൊന്നുമല്ല, മറിച്ച് അത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയിൽ മൂത്രമൊഴിക്കുന്നത് പോലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം. പ്രോൺ മാസ്റ്റുർബേഷൻ സ്ത്രീകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിന് പറഞ്ഞത്. പക്ഷേ തൻ്റെ പ്രാക്ടീസ് കൂടുതലും പുരുഷന്മാരിലായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരു ആധികാരികമായിട്ടുള്ള ഒരു മറുപടി പറയാൻ അദ്ദേഹത്തിനാവില്ല എന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം പുരുഷന്മാരുടെ ലിംഗം മാതിരി ഉദ്ധരിക്കാൻ കഴിവുള്ള, അതുപോലെ തന്നെ രതിമൂർച്ചയിലൊക്കെ എത്താൻ കഴിവുള്ള ഒരു അവയവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ലിംഗം മാതിരി വളരെ മൃദുവായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത സ്ത്രീകളുടെ ക്രിസരിയിലുമുണ്ട്.
സ്ത്രീകളുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം പുരുഷന്മാരുടെ ലിംഗം മാതിരി ഉദ്ധരിക്കാനും രതിമൂർച്ചയിലൊക്കെ എത്താനും സഹായിക്കുന്ന ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ലിംഗം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മാതിരി മൃദുവായിട്ട് ക്രിസരിയും സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെപ്പറ്റി അദ്ദേഹം പറയുകയുണ്ടായി. അടുത്ത ചോദ്യം, പ്രോൺ മാസ്റ്റർബേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സ്വയംഭോഗ ശൈലി ഉണ്ടോ? ഡോക്ടർ ലോറൻസ് സാങ്ക് അദ്ദേഹത്തിൻ്റെ 1998 പ്രോൺ മാസ്റ്റർബേഷനെ പറ്റി പബ്ലിഷ് ചെയ്ത ജേർണൽ ഓഫ് സെക്സ് ആൻഡ് മാരിറ്റൽ തെറാപ്പി എന്ന് പറയുന്ന ആ ഒരു ജേർണലിലെ ആർട്ടിക്കിളിൽ അദ്ദേഹം ഈ സ്ഥിരമായിട്ട് അണ്ടർവെയർ ധരിക്കാതെ ജീൻസ് മാത്രം ഇട്ട് വരുന്ന പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ലൈംഗിക ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിച്ചിരുന്നു. പുരുഷൻ്റെ ഈ ലിംഗം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധയോടുകൂടെ വേണം കൈകാര്യം ചെയ്യുവാനായിട്ട്. ഈ വ്യത്യസ്തവും വിചിത്രവുമായിട്ടുള്ള സ്വയംഭോഗ ശൈലിയുള്ള എല്ലാ പുരുഷന്മാരിലും ലൈംഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ പുക വലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സിഗരറ്റ് പാക്കറ്റിൻ്റെ മുകളിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ആ ഒരു ജാഗ്രത ഇവിടെയും വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് സ്വയംഭോഗ ശൈലികൾ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉള്ള അവരുടെ ജനനേന്ദ്രിയങ്ങളുടെ ഘടനയായിരുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് വളരെ ബാഹ്യമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ജനനേന്ദ്രിയമാണുള്ളത്. അത് അവർ ചെറിയ പ്രായത്തിൽ തന്നെ തൊടുകയും മൂത്രമൊഴിക്കുന്ന സമയത്ത് തൊടുകയും പിന്നീട് അതിൽ നിന്ന് ഒരു സുഖം ലഭിക്കുമെന്ന് മനസ്സിലാകുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെയാണ് പല ആൺകുട്ടികളും സ്വയംഭോഗം ചെയ്ത് പഠിക്കുന്നത്. ഇന്നും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരാണ് കൂടുതൽ സ്വയംഭോഗം ചെയ്യുന്നതും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്ത ചോദ്യം, പ്രോൺ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ലൈംഗിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പക്ഷേ അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത വേറൊരു കാര്യം ശരിയായ രീതിയിലുള്ള കൈ ഉപയോഗിച്ച് ചെയ്യുന്ന സ്വയംഭോഗം കൂടി അറിഞ്ഞിരിക്കണം എന്നായിരുന്നു. അടുത്ത ചോദ്യം, കല്യാണം കഴിച്ച പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യാറുണ്ടോ? കല്യാണത്തിന് ശേഷം സ്വയംഭോഗം ചെയ്യുന്നത് നോർമലാണോ? കല്യാണം കഴിച്ച പുരുഷന്മാർ സ്വയംഭോഗം ചെയ്യാറുണ്ടെന്നും അത് വളരെ നോർമലും ഹെൽത്തിയുമായിട്ടുമുള്ള ഒരു പ്രവൃത്തിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, പഠനങ്ങൾ പ്രകാരം കല്യാണം കഴിച്ച പുരുഷന്മാർ കല്യാണം കഴിക്കാത്ത പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്നായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ദാമ്പത്യ ജീവിതത്തിൽ ജീവിക്കുന്ന പുരുഷന്മാർക്ക് കൂടുതൽ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ പലപ്പോഴും ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ എളുപ്പം സ്വയംഭോഗം ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹത്തോട് പല പുരുഷന്മാരും പറയാറുള്ളത് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം, എത്ര വയസ്സ് വരെ ആളുകൾ സ്വയംഭോഗം ചെയ്യാറുണ്ട്? ഈ ഒരു പ്രവൃത്തിക്ക് പ്രായപരിധി ഉണ്ടോ? സ്വയംഭോഗം ആരോഗ്യമുണ്ടെങ്കിൽ ആളുകളുടെ മരണം വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത വേറൊരു കാര്യം, സ്വയംഭോഗം എപ്പോഴും ഒരു സ്ഖലനത്തിലോ അതായത് ശുക്ലത്തിൻ്റെ എക്സ്പൾഷനിലോ അല്ലെങ്കിൽ ഓർഗാസത്തിലോ അതായത് രതിമൂർച്ചയിലോ ഒന്നും അവസാനിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. സ്വയംഭോഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ സ്വന്തം ജനനേന്ദ്രിയങ്ങളെ സ്പർശിച്ച് ഒരു സുഖം നേടുക എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.